Dear students, welcome to business class. രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിനെ കുറിച്ചാണ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇന്ത്യയിൽ മാത്രം കാണുന്ന വളരെ ട്രഡീഷണൽ ആയ, അതായത് ഏറ്റവും ഒരു പഴക്കം ചെന്ന ഒരു ബിസിനസ് തന്നെയാണ്. കുറെ കാലങ്ങളായി തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ഓക്കെ, ഈ ബിസിനസിന്റെ ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ, ആ കൂട്ടുകുടുംബത്തിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത്തരം ബിസിനസ്സിനെ നമുക്ക് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയാം. ഇപ്പോൾ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് refers to a form of organization wherein business is owned and carried on by members of Hindu Undivided Family HUF. ഓക്കെ, അപ്പോൾ അത് ഹിന്ദു ലോ അനുസരിച്ചാണ് ഈ ജോയിന്റ് ഹിന്ദു ഫാമിലിയെ മാനേജ് ചെയ്യുന്നത്. ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച്, ഹിന്ദു ലോ അനുസരിച്ചാണ് ഈ ബിസിനസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ഫാമിലി ആണ് ഈ ബിസിനസിന്റെ ഹെഡ്. ആ ഫാമിലിയുടെ ഹെഡും ഈ എൽഡസ്റ്റ് മെമ്പറാണ്. കർത്ത എന്നാണ് ആ എൽഡസ്റ്റ് മെമ്പറെ പറയുക, കർത്ത. ഓക്കെ, ഇപ്പൊ എൽഡസ്റ്റ് മെമ്പർ സാധാരണ മെയിൽ മെമ്പറാണ്, എൽഡസ്റ്റ് മെയിൽ മെമ്പറാണ് കർത്ത ആകുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന മെയിൽ മെമ്പറാണ് കർത്ത. ഈ കർത്തയാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെയും മാനേജർ, ആ ബിസിനസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ കർത്തയാണ്. മറ്റ് മെമ്പേഴ്സിനെ, മറ്റ് ഫാമിലിയിലുള്ള എല്ലാവരും ഈ ബിസിനസ്സിലെ മെമ്പർമാരാണ്. അത് ചെറിയ കുട്ടി മുതൽ വൃദ്ധർ വരെ എല്ലാവരും, ആ ഫാമിലിയിൽ ആരൊക്കെ ജനിക്കുന്നോ ബൈ ബർത്ത്, മെമ്പർഷിപ്പ് ഒബ്റ്റെയിൻസ് ബൈ ബർത്ത്, ആ ഫാമിലിയിൽ ജനിക്കുന്നതാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ആ ബിസിനസ്സിലെ മെമ്പറാണ്. ഇങ്ങനെ മറ്റ് മെമ്പർമാരെ കോ പാർസിനേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോ പാർസിനേഴ്സ്. അപ്പോൾ കർത്ത ഫാമിലിയിലെ മുതിർന്ന ഒരു മെയിൽ മെമ്പറാണ് കർത്ത. കർത്തയാണ് ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ഇൻ ദി ബിസിനസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബർത്ത്, ജന്മം കൊണ്ടാണ് മെമ്പർ ആകുന്നത്. അപ്പോൾ ഈ മറ്റു മെമ്പർമാരെ കോ പാർസിനേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹാസ് സം ഫീച്ചേഴ്സ്. ഒന്നാമത് അതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, ബിസിനസ് ഷുഡ് ബി ഇൻഹെറിറ്റഡ് ബൈ ഫ്രം ദി ഫാമിലി. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേര് വേണം, മിനിമം 2 പേര് വേണം. ആൻഡ് അത് കൂടാതെ ബിസിനസ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കൈമാറി വന്നതായിരിക്കണം. ഓക്കെ, കൂട്ടുകുടുംബമായിരിക്കണം. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് കൈമാറ്റം ചെയ്ത് കൈമാറി കിട്ടിയ ഒരു ബിസിനസ് ആയിരിക്കണം. ആ ഫാമിലിയിൽ അറ്റ്ലീസ്റ്റ് 2 മെമ്പർമാരെങ്കിലും ഉണ്ടാകുകയും വേണം. അങ്ങനെയാണെങ്കിലാണ് ഇത്തരം ബിസിനസ്സിനെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പുതുതായിട്ടൊരു ബിസിനസ് ഫോം ചെയ്യുന്നതല്ല, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ട് കൈമാറ്റം ചെയ്തു വന്ന ഒരു ബിസിനസ് ആയിരിക്കണം. അതുപോലെ ആ ഫാമിലിയിൽ 2 പേരെങ്കിലും ഉണ്ടായിരിക്കുകയും വേണം. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത് ലയബിലിറ്റി. ലയബിലിറ്റി നമ്മൾ സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി പറഞ്ഞ അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ബിസിനസിന്റെ കടം ബിസിനസിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് വീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ കർത്ത ഷുഡ് പേ ഔട്ട് ഓഫ് ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി. കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കടം വീട്ടണം. പക്ഷെ മറ്റു കോ പാർസിനേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കോ പാർസിനേഴ്സിന്റെ ലയബിലിറ്റി അവർക്ക് ആ ബിസിനസ്സിൽ എത്രമാത്രം ഷെയർ ഉണ്ടോ അത്രയുമാണ് കോ പാർസിനേഴ്സിന്റെ ലയബിലിറ്റി. ദേ നീഡ് നോട്ട് പേ ഫ്രം ദെയർ പേഴ്സണൽ പ്രോപ്പർട്ടി. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് കടം വീട്ടാൻ കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ liability of co-partners is limited and liability of Karta is unlimited. Third feature,
ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ ദി എൽഡസ്റ്റ് മെയിൽ മെമ്പർ കോൾഡ് കർത്ത. ബിസിനസിന്റെ കൺട്രോൾ മുഴുവൻ കർത്തായാണ് ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, കർത്തായാണ് ബിസിനസ്സിലെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഡിസിഷൻ മേക്കിംഗ് പവർ കർത്തായാണ്. ഓക്കെ, സോ ബിസിനസ് ഈസ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി കർത്ത ഓഫ് ദി ഫാമിലി. നാലാമത്തെ പ്രത്യേകത കണ്ടിന്യൂറ്റിയാണ്. ബിസിനസ് ഹാസ് കണ്ടിന്യൂറ്റി. സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ്സിന് കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം സപ്പോസ് കർത്ത മരിച്ചു പോകും, എൽഡസ്റ്റ് മെമ്പർ ആണല്ലോ കർത്ത മരിച്ചു പോകും. കർത്ത മരിച്ചു പോയാൽ തൊട്ടടുത്ത എൽഡസ്റ്റ് മെമ്പർ വിൽ ബിക്കം കർത്ത. തൊട്ടടുത്ത എൽഡസ്റ്റ് മെമ്പർ കർത്തായാകും. ഓക്കെ, ബിസിനസ് ഒരു തരത്തിലും ബിസിനസിന്റെ കണ്ടിന്യൂറ്റിയെ ആരുടെയെങ്കിലും മരണമോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ ഈ ബിസിനസിന്റെ കണ്ടിന്യൂറ്റിയെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. ബിസിനസ് വിൽ കണ്ടിന്യൂ ആസ് യൂഷ്വൽ. സോ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹാസ് കണ്ടിന്യൂറ്റി. സോൾ പ്രൊപ്രൈറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ദെൻ ഫിഫ്ത്ത്, മറ്റു ബിസിനസ്സുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് മൈനർ ക്യാൻ ബിക്കം മെമ്പേഴ്സ്. എന്തുകൊണ്ടായിരിക്കും? മെമ്പർഷിപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ബൈ ബർത്ത് ആണ്. ഒരു കുട്ടി അവിടെ ജനിക്കുമ്പോൾ ആ ബിസിനസ്സിലെ മെമ്പറാണ്. ഓക്കെ, സോ ഇൻ എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എ മൈനർ ക്യാൻ ഓൾസോ ബിക്കം മെമ്പർ ഇൻ ദി ബിസിനസ്. മൈനർക്കും ബിസിനസ്സിലെ മെമ്പർ ആകാം അല്ലെങ്കിൽ കോ പാർട്ണർ ആകാം. ബിക്കോസ് മെമ്പർഷിപ്പ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ബർത്ത്. ഇത്രയുമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ പ്രത്യേകതകൾ. ദെൻ മെറിറ്റ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇതിന് ചില മെറിറ്റ്സ് ഉണ്ട്. ഒന്നാമത് എഫക്റ്റീവ് കൺട്രോൾ. എന്തുകൊണ്ടായിരിക്കും എഫക്റ്റീവ് കൺട്രോൾ എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കൺട്രോൾഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി എൽഡർ മെമ്പർ ഓഫ് ദി ഫാമിലി. ഫാമിലിയിലെ മുതിർന്ന അംഗം കർത്ത ആണ് മാനേജ് ചെയ്യുന്നത്. ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ കർത്തയാണ്. സോ ഹി ക്യാൻ ടേക്ക് ടൈംലി ഡിസിഷൻ ഇൻ ദി ബിസിനസ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഹി നീഡ് നോട്ട് കൺസൾട്ട് വിത്ത് അതേഴ്സ് ഫോർ എനി ഡിസിഷൻ. ഓക്കെ, സോ ഹി ക്യാൻ ടേക്ക് ടൈംലി decision in the business. It results in effective control of the business. Second, continued business existence. ബിസിനസിന്റെ എക്സിസ്റ്റൻസ് ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ആരുടെയെങ്കിലും ഡിസബിലിറ്റി, പ്രത്യേകിച്ച് കർത്തയുടെ പോലും ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡെത്ത്, ദാറ്റ് വിൽ നോട്ട് അഫക്റ്റ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ കണ്ടിന്യൂറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബിസിനസ് വിൽ കണ്ടിന്യൂ ആസ് യൂഷ്വൽ. കർത്ത മരിച്ചാൽ അടുത്ത ആള് എൽഡസ്റ്റ് മെമ്പർ കർത്തയാകും. ബിസിനസ് പഴയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ബിസിനസ് ഹാസ് ഗ്രേറ്റർ കണ്ടിന്യൂറ്റി. ഇതൊരു മെറിറ്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ. ദെൻ തേർഡ്, ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെങ്കിലും മറ്റു കോ പാർട്ണേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നത് ഈ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ നേട്ടമാണ്. ഓക്കെ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കോ പാർട്ണേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇത് ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ഒരു നേട്ടമാണ്. നാലാമത്തെ പ്രത്യേകത ഇൻക്രീസ്ഡ് ലോയൽറ്റി ആൻഡ് കോഓപ്പറേഷൻ. ആ ബിസിനസിന്റെ മെമ്പേഴ്സ് എല്ലാം, അതിന്റെ പ്രത്യേകിച്ച് വർക്കേഴ്സും എല്ലാം ആ സെയിം ഫാമിലിയിലെ മെമ്പർമാരായി. സോ ദേ വിൽ ഹാവ് ഗ്രേറ്റർ ലോയൽറ്റി ആൻഡ് കോഓപ്പറേഷൻ. ബിസിനസിന്റെ കാര്യത്തിൽ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാവും. ഓക്കെ, കൂടുതൽ അവർ സഹകരിക്കും. ആ ബിസിനസിന്റെ പുരോഗതി അവരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം അവരുടെ ഫാമിലി ബിസിനസ്സാണ്. സോ ദിസ് ഈസ് ദ ഫോർത്ത് അഡ്വാൻറ്റേജ് ഓഫ് എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത് അതിന്റെ റിസോഴ്സസ് വിൽ ബി ലിമിറ്റഡ്. ഒരു പരിധിയിൽ കൂടുതൽ ആ ഫാമിലിയുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചാണ് ബിസിനസിന്റെ റിസോഴ്സസ്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, റിസോഴ്സസ് വിൽ ബി ലിമിറ്റഡ്. രണ്ടാമത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത. കോ പാർട്ണേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിലും കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദാറ്റ് വിൽ ബി എ ബേർഡൻ ഓൺ ദി കർത്ത. ബിസിനസിന്റെ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുകയും വേണം. പിന്നെ കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയുമാണ്.
അത് കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ്. ഈ ബിസിനസ്സിന് കടം പെരുകിയാൽ കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മറ്റാരെയും ഈ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. കർത്തയെ മാത്രം അത് ബാധിക്കും. കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് ദാറ്റ് ക്രിയേറ്റ്സ് മോർ ടെൻഷൻ ഓൺ കർത്ത. ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമത്തത് ഡോമിനൻസ് ഓഫ് കർത്ത. കർത്തയുടെ ഒരു ഫാമിലിയിലെ മുതിർന്ന ഒരംഗത്തിന്റെ ഒരു ഡോമിനൻസ് അവിടെ ആ ബിസിനസ്സിൽ ഉണ്ട്. പ്രത്യേകിച്ച് അതൊരു പുവർ മാനേജർ ആണെങ്കിൽ ദാറ്റ് വിൽ അഫക്റ്റ് ദ ബിസിനസ് ആൻഡ് ഫാമിലി. ഓക്കെ, ഇപ്പോൾ ഡോമിനൻസ്, ചിലപ്പോൾ ചില അംഗങ്ങൾ ഈ ഒരു കർത്തയുടെ പവർ അംഗീകരിക്കാത്ത ആളുകൾ ചിലപ്പോൾ ആ ഫാമിലിയിൽ തന്നെ ഉണ്ടാവാം. ഓക്കെ, then that will create problems in the family also. Then fourth is limited managerial skills. എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ മാനേജീരിയൽ സ്കിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ കർത്തായാണ് ബിസിനസിന്റെ കൺട്രോളർ ആൻഡ് മാനേജർ. അപ്പോൾ കർത്ത ഫാമിലിയിൽ തന്നെ കഴിവുള്ള മറ്റൊരാളെ ചിലപ്പോൾ ഏൽപ്പിക്കണമെന്നുമില്ല. സോ മാനേജീരിയൽ സ്കില്ല് വളരെ ലിമിറ്റഡ് ആയിരിക്കും. മാനേജർ, കർത്ത ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ കർത്തയ്ക്ക് മാനേജീരിയൽ സ്കില്ല് ഉണ്ടാവണമെന്നില്ല ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അപ്പൊ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന, ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇറ്റ് ഈസ് ഓൺഡ് ബൈ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. Okay, and it is governed by Hindu law. Okay, 3 സക്സസീവ് ജനറേഷൻസിനാണ് ഈ ഒരു ഫാമിലി ബിസിനസ്സിൽ മെമ്പർമാരാകാൻ കഴിയുന്നത്. 3 ജനറേഷൻസ്, 3 തലമുറകൾക്കാണ് ഈ ഒരു ഫാമിലി ബിസിനസ്സിൽ മെമ്പർമാരാകാൻ കഴിയുന്നത്. ആ ഒരു ഫാമിലി ബിസിനസ്സിലെ ഏറ്റവും തലമുതിർന്ന, ആ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന അംഗമാണ് ബിസിനസിന്റെ മാനേജർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കർത്ത എന്നാണ് പറയുക. മറ്റ് മെമ്പേഴ്സിനെ പാർസിനേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, മെമ്പർഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ബർത്ത് ആണ്. ഓക്കെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ബിസിനസ്സിലെ മെമ്പറാണ്, ജന്മം കൊണ്ടാണ് ബിസിനസ്സിൽ മെമ്പർ ആകുന്നത്. അതുകൊണ്ട് മൈനർ ക്യാൻ ഓൾസോ ബിക്കം മെമ്പർ ഇൻ എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഓക്കെ, താങ്ക് യു children for listening this class.